അറ്റൻഷൻ പ്ലീസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ദന്ത സംരക്ഷണം എന്നുള്ളതാണ്. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സുമേഷ് ചന്ദ്രൻ. നമസ്കാരം ഡോക്ടർ, ദന്ത സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികളിലൂടെ നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും? പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതായത് ആദ്യമേ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക, പിന്നെ ഫ്ലോസ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരട് പോലത്തെ സാധനം വെച്ചിട്ട് നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്ക് വന്ന് അഴുക്കിളക്കുന്ന ഒരു സംവിധാനമാണ്, അത് ചെയ്യാം. പിന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഒരു ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങൾ. അതിനുശേഷം ഒരു എല്ലാ 6 മാസവും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും മിനിമം ചെക്കപ്പ് ചെയ്തിരിക്കണം. പിന്നെ സാധാരണയായി ചെയ്യാത്ത കാര്യങ്ങൾ 3 മാസത്തിലൊരിക്കൽ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്യണം. നമ്മൾ തേക്കുന്ന ബ്രഷ് ചേഞ്ച് ചെയ്യണം. അതാരും ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ ആണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ, പൊതുവേ നമ്മൾ പണ്ടൊക്കെ ഉമക്കരി, മാവല ഉപയോഗിച്ചായിരുന്നു ഈ പല്ല് തേച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു കാലഘട്ടം മാറിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൂത്ത് പേസ്റ്റ്, ബ്രഷ് അതുപോലുള്ള ഇതിലേക്ക് മാറി. അതിനനുസരിച്ച് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടുതൽ ദന്തരോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? നമ്മൾ പണ്ട് ഉമിക്കരിയും മാവിലയും ഇട്ട് തേച്ചിരുന്നപ്പോഴും നമുക്ക് കേടുകളുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ദന്ത സംരക്ഷണം അല്ലെങ്കിൽ പല്ലിനെ കുറിച്ച് ആൾക്കാർക്ക് വളരെ ലീസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. ഇപ്പോൾ പ്രയോറിറ്റൈസേഷൻ വന്നപ്പോൾ ആൾക്കാർ പല്ല് ഒരു ആവശ്യകതയാണെന്നും പല്ലിലെ പോടുണ്ടായാൽ അടയ്ക്കണമെന്നും ഒക്കെ ആൾക്കാർക്ക് തോന്നി തുടങ്ങി. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരറിയുന്നത്. പണ്ടും കേടുകളുണ്ടായിരുന്നു, അവരാരും അത്രയ്ക്ക് അങ്ങ് കെയർ ചെയ്യാറില്ല. മാവിലെയും ഉമിക്കരിയും ഉപയോഗിച്ചിരുന്നപ്പോൾ അവർ കറക്റ്റായിട്ട് ഉമിക്കരി വെച്ച് പല്ല് തേക്കുമായിരുന്നു. ബ്രഷും പേസ്റ്റും ആയതിനു ശേഷം അതൊന്നും നടക്കുന്നില്ല. അതാണ് സത്യം. കൂടുതൽ കോൺഷ്യസ് ആയി. അത് മാത്രമല്ല, ഡെന്റിസ്ട്രിയിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരു കേടോ അല്ലെങ്കിൽ വേദനയോ വന്നാൽ അത് പോയി എടുത്തു കളയാന്നുള്ള ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഇപ്പം അതിന് പകരമായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ്, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പോൾ ഓപ്ഷൻസ് കൂടുമ്പം ആൾക്കാരും അതിലോട്ട് അട്രാക്റ്റഡ് ആകും. പൊതുവേ പല്ലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണോ? പോടാണ് മെയിനായിട്ട് ബാധിക്കുന്ന ഒരു അസുഖം. പക്ഷെ മോണരോഗം എന്ന് പറഞ്ഞിട്ട് അഴുക്ക് ബാധിച്ചിട്ടുള്ള അസുഖം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. റയറായിട്ട് വരുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. ട്യൂമേഴ്സ് വരെയും വരാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഒരു കറുപ്പ് കണ്ടാൽ തന്നെ കൊണ്ടുപോയി ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ എല്ലാവരും ചെയ്യുന്നത് ചെറിയ കേടും പോടും ഒക്കെ ഉള്ളപ്പോൾ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ ഫുഡൊക്കെ കയറി അതിനകത്തിരിക്കും, പക്ഷെ ഒന്നും കാണിക്കത്തില്ല. ലാസ്റ്റ് വേദന എത്തുമ്പോൾ മാത്രമേ ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കാറുള്ളൂ. അത് പൊതുവെ എല്ലാവരുടെയും ഈ പല്ലിൻ്റെ എന്നല്ല, എന്ത് അസുഖമാണെങ്കിലും അതൊരു വേദനയിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി നേരത്തെ തന്നെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തന്നെ അസുഖങ്ങൾ ഒത്തിരി നമുക്ക് കുറഞ്ഞു വരും. ഡോക്ടർ, ഇപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എന്താണ് ഈ റൂട്ട് കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഒരു പല്ലിൽ കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 3 ലെയറായിട്ട് നമ്മളെ പല്ലിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ഇനാമൽ, വെളിയിൽ കാണുന്ന ഔട്ടർ ലെയറാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഡെൻറ്റിൻ എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ പൾപ്പ് എന്ന് പറയും. പൾപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഞരമ്പുകൾ, രക്തക്കുഴലുകളും നെർവ്സും അതിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടം വരെയും ഒരു കേട് എപ്പോഴും ഓരോ ലെയറായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ചെറിയൊരു ഓട്ടം വരുമ്പോൾ മുകളിൽ ഇനാമലിൽ മാത്രമേ കാണത്തുള്ളൂ. അത് പക്ഷേ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഡെൻറ്റിനിലോട്ട് പോകും. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇനാമൽ ഒരു ഗ്ലാസ് പ്രതലം പോലെയാണ്. അത് മുറിക്കാനാണ് ഏറ്റവും പ്രയാസം. അവിടെ നിന്ന് കേട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഡെൻറ്റിൻ എന്ന് പറയുന്ന ലെയർ, അതൊരു തടി പോലെ, അത് പെട്ടെന്ന് നനഞ്ഞ തടി പോലെ പെട്ടെന്ന് തുറന്ന് അതിന് താഴോട്ട് പോകാൻ പറ്റും. അടുത്തുള്ള ലെയർ, അതായത് ഈ ഡെൻറ്റിനും പൾപ്പും എത്തുമ്പോഴാണ് നമുക്ക് പെയിൻ തുടങ്ങും. അതുവരെ നമുക്ക് വേദനയൊന്നും കാണത്തില്ല. പോടിനകത്തോട്ട് ഫുഡ് കയറുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഈ പൾപ്പെന്ന് പറഞ്ഞ സാധനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കേടിരുന്നിട്ട് പൾപ്പിനെ കേടാക്കും. അന്നേരം വേദന തുടങ്ങും. ഈ പൾപ്പ് കേടായി കഴിയുമ്പോൾ ഉള്ളിൽ പഴുപ്പ് കെട്ടാൻ തുടങ്ങും. പഴുപ്പ് കെട്ടുമ്പോഴും ഭയങ്കര വേദനയായിരിക്കും. അന്നേരമാണ് നമ്മുടെ പേഷ്യൻസ് വരുന്നത്. ഈ നമ്മുടെ ആദ്യത്തെ 2 ലെയറിലും ഉള്ള കേടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ കേട് മാത്രം നീക്കം ചെയ്തിട്ട്
നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി. സിമെൻറ്റ്സ് വെച്ച് ഡെൻറ്റൽ സിമെൻറ്റ്സ് വെച്ച് അടച്ചെടുക്കാമെന്നുള്ളത്. പക്ഷേ ആ കേട് പൾപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ പൾപ്പിനെ, അതായത് ഈ കേടായിരിക്കുന്ന ഞരമ്പിനെ ഉള്ളിലുള്ള പഴുപ്പിനെ എടുത്ത് നീക്കം ചെയ്തിട്ട് അടച്ചെടുക്കുന്നൊരു പരിപാടിയാണ്. അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഒരു പല്ലിൻ്റെ ഉള്ളിൽ കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ നമുക്ക് 2 രീതിയിൽ അത് ചികിത്സിക്കാം. ഒന്ന് ആ പല്ല് മൊത്തത്തിൽ എടുത്ത് കളയാം, ഇല്ലെങ്കിൽ ആ പല്ലിനകത്ത് കേടായിരിക്കുന്ന സാധനം മാത്രം കളയാം. അപ്പോൾ അതാണ് റൂട്ട് കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, റൂട്ട് കനാൽ ചെയ്യുന്നതിന് അതായത് എന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ? കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഘടകമുണ്ടോ? ബേസിക്കലി പല്ല് ഇളക്കി കളയാനുള്ളത് പോലുള്ളൊരു, അതായത് ഡയബറ്റീസ് കൂടുതലാണെങ്കിലോ BP കൂടുതലാണെങ്കിലോ പല്ല് ഇളക്കി കളയാൻ പറ്റാത്ത കണ്ടീഷനുണ്ട്, കാർഡിയക് പ്രശ്നമുണ്ട് ഏതൊക്കെ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും റൂട്ട് കനാലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെയുള്ള ഏത് രോഗിക്കും റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും, പിന്നെ സേഫാണ്. കുട്ടികളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 വയസ്സ് തൊട്ടാണ് പുതിയ പല്ലുകൾ, ഈ പാൽപ്പല്ല് മാറി പെർമനൻറ്റ് ടീത്ത് വരുന്നത്. പെർമനൻറ്റ് ടീത്തുകളിൽ ചെയ്യുന്ന അടച്ചെടുക്കുന്ന പരിപാടിക്കാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ചെയ്യുന്നതിന് പൾപ്പെക്ടമി എന്ന് പറയും. ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞരമ്പ് എടുത്ത് കളഞ്ഞ് അടയ്ക്കുന്ന പരിപാടിയാണ്. പക്ഷേ അതിനകത്ത് ഉള്ളിൽ വയ്ക്കുന്ന മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. പാൽപ്പല്ലുകൾ പോയിട്ട് പുതിയ പല്ലുകൾ വരണം. പാൽപ്പല്ലുകൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പല്ലുകൾ അതിൻ്റെ വേരിൽ വന്ന് തട്ടുമ്പോഴാണ് അത് വേര് ദ്രവിച്ചു പോയിട്ടാണ് ആ പല്ല് വീണ് പോയി പുതിയ പല്ല് മുളച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അടച്ചു വയ്ക്കുന്ന മെറ്റീരിയലും അതുപോലെ പല്ലിൻ്റെ കൂട്ടത്തിൽ ദ്രവിച്ചു പോകണം. അങ്ങനത്തെ സാധനമായിരിക്കും കുട്ടികളിൽ ചെയ്യാം. വലിയവർക്ക് ചെയ്യുമ്പോൾ എല്ലാം വേറൊരു മെറ്റീരിയലായിരിക്കും വയ്ക്കുന്നത്. അതാണെങ്കിൽ ദ്രവിച്ചു പോകത്തില്ല, കാലാകാലം ഇരിക്കും, പെർമനൻ്റ് ആയിരിക്കും. ഡോക്ടർ, ഈ ആഹാരക്രമം, അതായത് ദന്ത സംരക്ഷണത്തിൽ ഒരു പ്രധാന ഘടകമാണല്ലോ ആഹാരക്രമം. എത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചാലാണ് പല്ല് കൂടുതൽ ബലമായിട്ടിരിക്കുന്നത്? പല്ലിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവർക്കും അല്ല, കാൽസ്യമാണ്. ബോൺസിനും ടീത്തിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാൽസ്യമാണ്. പാല്, മുട്ട എന്ന ആഹാരങ്ങൾ നല്ലതായിരിക്കും. ഒട്ടിപ്പിടിക്കുന്ന ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ്സ്, അതൊക്കെ സ്റ്റെയിനിങ് ഉണ്ടാക്കും, കറ പിടിപ്പിക്കും പല്ലിന്. അത് മാത്രമല്ല, ഇത് ഈ ഒട്ടിപ്പിടിക്കുന്ന ആഹാരങ്ങൾ പല്ലിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടാവും, വിള്ളലുകളുണ്ടാവും. അതൊക്കെ നാച്ചുറലാണ്. അതിനകത്തെല്ലാം ഇറങ്ങിയിരുന്നിട്ട് പിന്നെ അത് ഭാവിയിൽ അത് കേടായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് കഴിക്കണമെന്ന് അത്ര അത്യാവശ്യമുണ്ട്, കഴിക്കുക, അതിനുശേഷം തന്നെ ഒന്ന് ബ്രഷ് ചെയ്താൽ. ഡോക്ടർ, ഈ ചൂയിങ് ഗമ്മുകൾ, മിൻറ്റുകൾ അതുപോലെയൊക്കെ റിഫ്രഷ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കുകയാണെങ്കിൽ പല്ലിനെ എന്തെങ്കിലും ബാധിക്കും? ചൂയിങ് ഗമ്മിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മധുരം കണ്ടന്റുള്ള എന്തും നമുക്ക് ദോഷമാണ്. ഒരു പരിധിയിൽ കൂടുതൽ ദോഷമാണ്. പിന്നെ ചൂയിങ് ഗം ഒക്കെ ഈ പറഞ്ഞ പോലെ മുഖവ്യായാമത്തിന് യൂസ് ചെയ്യാമെന്ന് പരസ്യത്തിൽ പറയുന്നെങ്കിലും ഒരു പരിധി വരെയൊക്കെ അത് നല്ലതാണ്. അതിൽ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടർ, ദിനം പ്രതി ഇപ്പോൾ പുതിയ ഓരോ സംവിധാനങ്ങളാണ് ബ്രഷുകളായാലും പേസ്റ്റുകളായാലും വരുന്നത്. ബ്രഷിൻ്റെ ഫ്ലെക്സിബിളാണ്, ബ്രിസിൽസ് നീളമുള്ളതാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാണ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യാറുണ്ട്? ഒരുപാട് ടൈപ്പ് ബ്രഷസ് ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അതേപോലെ തന്നെ പേസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അത് പലതും പല യൂസുകൾക്ക് വേണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്സും ഉണ്ട്. മെയിനായിട്ട് വേണ്ടത് നമുക്ക് ബ്രഷുകൾ, നമുക്ക് ഉപയോഗമുള്ളതെന്ന് പറയുന്നത് സെൻസിറ്റീവ് ബ്രഷ് അവൈലബിൾ ആണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ കട്ടി കൂടിയ ബ്രഷ് ഉപയോഗിച്ചത് കാരണം പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് ഈ ഇനാമലിന് കട്ടി കുറവായിരിക്കും. ആ ഭാഗം തേഞ്ഞു പോയിട്ട് തേയ്മാനം വരുന്നുണ്ട്. ഈ തേയ്മാനം വരുന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി ബ്രിസിൽസിൻ്റെ കട്ടി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഈ സൂപ്പർ ഫ്ലെക്സിബിൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നതും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഈ ഓർത്തോ ട്രീറ്റ്മെൻറ്റ്, സൗന്ദര്യവർദ്ധന ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ഓർത്തോ ട്രീറ്റ്മെൻറ്റ്, കമ്പിയിട്ട് പല്ല് കറക്റ്റ് ചെയ്യുന്ന ചികിത്സ. അതിനകത്ത് ഉപയോഗിക്കുന്നവർക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ബ്രഷ് ഉണ്ട്, ഓർത്തോ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് കമ്പി ഇട്ടയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ക്ലീൻ ചെയ്യാനായിട്ട്. ആ ഭാഗങ്ങളെല്ലാം എത്താനും ക്ലീനിങ് പ്രോപ്പർ ആവാനും വേണ്ടിയുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പേസ്റ്റുകളിലും ഈ പറഞ്ഞ ഭാഗഭേദങ്ങളും ഉണ്ടാകും. ഇപ്പം പുളിപ്പിനായിട്ട് അതിനു വേണ്ടിയുള്ള പേസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, സെൻസിറ്റീവ് പേസ്റ്റുകളുണ്ട്, ഒരുപാട് കമ്പനികൾ അത് ഇറക്കുന്നുണ്ട്. അതും എല്ലാം വളരെ നല്ല ഉപയോഗമുള്ളതാണ്. പിന്നെ ബാക്കി എല്ലാ പേസ്റ്റിലും മെയിനായിട്ട് വരുന്ന കണ്ടൻസ് സിമിലർ ആയിരിക്കും. അത് നമുക്കിപ്പോൾ ഒരു ഫോമിങ് ഏജൻറ്റ്, അതൊരു പത ഉണ്ടാക്കുന്ന ഒരു സാധനവും, ഒരു പോളിഷിങ് ഏജൻറ്റും, ഒരു ആബ്രസീവ് ഏജൻറ്റ്, ഒരു തേയ്മാനം വരുത്തുന്ന ഒരു ഏജൻറ്റ്, ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാ പേസ്റ്റുകളിനകത്തും ഉള്ള സെയിം കണ്ടന്റ്. ഈ പേസ്റ്റുകൾ ഏത് മേടിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്നതിലാണ്
കാര്യം. നമ്മൾ പേസ്റ്റ് ചെയ്ത് മേടിച്ചിട്ടും ബ്രഷ് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഏത് പേസ്റ്റ് ഉപയോഗിച്ചാലും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വൈറ്റ് പേസ്റ്റാണ്, ജെല്ലല്ലാത്ത പേസ്റ്റുകൾ. ജെല്ലിനകത്ത് പാർട്ടിക്കിൾ സൈസ് വലുതായിരിക്കും, തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ജെല്ല് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, മുഖസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല്ലുകളുടെ, പ്രത്യേകിച്ച് പല്ല് കൂടുതൽ ഭംഗിയാക്കാനൊക്കെ ആൾക്കാർ താല്പര്യപ്പെടാറുണ്ട്. അത് എന്താണ് അതിൻ്റെ രീതി, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യവർദ്ധന ചികിത്സയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. അതായത് കമ്പിയിട്ട് പല്ലുകളുടെ സൗന്ദര്യം കൂട്ടുന്ന പരിപാടിയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഒന്ന് പല്ലിൻ്റെ തള്ളൽ മാത്രമുണ്ട്, ചിലർക്ക് എല്ലിൻ്റെ തള്ളലും കൂടെ. ഈ ഭാഗത്തുള്ള മാക്സില എന്ന് പറയും, നമ്മുടെ മുകളിലത്തെ താടിയലിൻ്റെ തള്ളലും താഴത്തെ താടിയലിൻ്റെ തള്ളലും അതുമെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് എല്ലിൻ്റെയാണ് തള്ളലെങ്കിലും നമ്മളത് സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. സർജിക്കലും ഓർത്തോയും കൂടെ കമ്പൈൻഡ് ആയിട്ട്, അതായത് കമ്പി ഇടുകയും ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഓപ്പറേഷനും കൂടെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കമ്പി മാത്രമായിട്ട്, ഇപ്പോൾ പല്ല് മാത്രമേ തള്ളിയിട്ടുള്ളൂ എങ്കിൽ നമ്മളത് കമ്പി ഇട്ടാണ് കറക്റ്റ്. കമ്പി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മുത്ത് പതിപ്പിച്ചിട്ടുള്ള കമ്പിയാണ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ചെറിയ 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് നമുക്ക് ഈ റിമൂവബിൾ അപ്ലയൻസ് എന്ന് പറയും, അത് ഇളക്കിയെടുത്ത് മാറ്റുന്ന ടൈപ്പാണ്. പേഷ്യൻറ്റിന് തന്നെ വീട്ടിൽ ഇരുന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്നു. പിന്നെ ഉള്ളത് ഫിക്സഡ്. അതെല്ലാം ഈ ഒരു 10 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗമുള്ളൂ. ഫിക്സഡ് ആയിട്ട് 15 വയസ്സിന് മുകളിൽ 13 വയസ്സ് തൊട്ട് എല്ലാ പെർമനന്റ് പല്ലുകളും വന്നതിന് ശേഷം നമ്മൾ ഫിക്സഡ് ആയിട്ട് മുത്ത് പതിപ്പിച്ചിട്ടുള്ള കമ്പിയിട്ടായിരിക്കും കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മിനിമം 1 കൊല്ലത്തോളം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം വേണ്ടി വരും. അത് തന്നെ 2 ടൈപ്പിലുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് ബെക്സും സ്ട്രൈറ്റ് വയർ എന്ന് പറഞ്ഞ ടെക്നിക്കുമാണ്. അതിൽ ബെക്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്ത്യയിൽ, തേർഡ് വേൾഡ് കൺട്രീസിൽ ഇന്ത്യയിൽ മാത്രമേ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കുറച്ചുകൂടെ ചാർജ് വൈസ് അത് കുറവായിരിക്കും. സ്ട്രൈറ്റ് വയർ കുറച്ചുകൂടെ നല്ല ബെറ്റർ ക്വാളിറ്റിയാണ്, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പിന്നെ അതിനകത്ത് തന്നെ വേറെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ലിംഗൽ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയും. അകത്തുനിന്ന് നമ്മുടെ സാധാരണ പുറത്താണ് ഒട്ടിക്കുന്നത്, മുത്ത് അകത്തൊട്ടിക്കും. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ അവർക്ക് വേണേലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പുറത്താരും അറിയാണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് പല്ലിനെയും കറക്റ്റ് ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലിനെയും കൂടെ കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈൽ, മുഖത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് പ്രൊഫൈൽ. ആ പ്രൊഫൈലിന് തന്നെ നല്ലൊരു വ്യത്യാസം വരുത്തും. ഡോക്ടർ, ഈ പല്ലിൽ കമ്പി ഇടുമ്പോൾ പൊതുവെ പല്ല് പറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. എല്ലാ പേഷ്യൻറ്റിനും ഒരേ കംപ്ലൈൻ്റ് ആയിരിക്കത്തില്ല. ഇപ്പം ഒരാൾക്ക് ചിലപ്പം ഒത്തിരി പല്ലുകൾ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും, നിര തെറ്റി സ്ഥലമില്ലാത്തതുകൊണ്ട്, വായ്ക്കകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നിര തെറ്റി ക്രൗഡഡ് ആയിട്ട് നിൽക്കും. ചിലർക്ക് തള്ളലായിരിക്കും, എല്ലിൻ്റെയും പല്ലിൻ്റെയും തള്ളലായിരിക്കും. ഇതെല്ലാം കറക്റ്റായിട്ട് ഒരു ശരിക്കും എക്സ്റേ എടുത്ത് നോക്കി അതിന് ഒരു ചെറിയൊരു ബേസിക് ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഏത് പല്ല് എടുത്ത് കളയണമെന്ന് തീരുമാനിക്കുക. അപ്പം അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ചില കേസുകളിൽ പല്ലെടുക്കേണ്ടി വരും. 4 പല്ല് ഓരോ സൈഡിൽ നിന്നും ബാക്കിലത്തെ അണപ്പല്ലിന് മുന്നേ ഉള്ള ഒരേപോലത്തെ പല്ലുകളുണ്ട്, അതിൽ നിന്ന് ഓരോന്നായിരിക്കും എടുക്കുക. ആ സ്പേസ് ആയിരിക്കും നമ്മൾ ഈ കമ്പിയിട്ട പല്ലുകളെ അകത്തോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ഈ അകത്തോട്ട് മാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ കമ്പിയിട്ട് ഫുൾ ഉള്ളിൽ കയറി പോകത്തില്ല. നമുക്ക് എത്ര സ്പേസ് അവിടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് പല്ലുകളെ മുന്നോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാൻ പറ്റും. ചെറുപ്പക്കാരെല്ലാവരും പിന്നെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ് പൊതുവെ. അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാർ മുഖ സൗന്ദര്യത്തിൽ വളരെയേറെ താല്പര്യമുള്ളവരുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന് ശേഷം വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വരാറുണ്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും വരാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും, അതായത് പല്ലിന് വിലക്കുറവോ അങ്ങനെ എന്തെങ്കിലും റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ റൂമറുണ്ട്, അങ്ങനെ എത്രത്തോളം സത്യമാണ് സാർ? ക്ലീനിങ്ങിനെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളും ആൾക്കാർക്കുണ്ട്. ബേസിക്കലി ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ പിടിച്ചിരിക്കുന്ന കറയും പിന്നെ താഴെ അഴുക്ക് പിടിക്കുന്നതുണ്ട്. പ്ലാക്ക് എന്ന് പറയും, പ്ലാക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന അഴുക്ക് പിടിച്ചിരിക്കുന്നതിനെയാണ് നീക്കം ചെയ്യുന്നത്. അത് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിനെ മാത്രമേ നമ്മൾ നീക്കം ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്യുന്നത്, പണ്ട് കാലത്ത് നമ്മൾ കൈകൊണ്ട് ഹാൻഡ് സ്കെയിലിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്, കൈകൊണ്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം മെഷീൻ വെച്ചാൽ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന മെഷീൻ്റെ ടിപ്പ് അൾട്രാസോണിക് വൈബ്രേഷൻസ് ആണ്, വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളത് അഴുക്കിലോട്ട് കൊണ്ട് പല്ലിൽ അഴുക്കം പിടിച്ചിരിക്കുന്നിടത്ത് തൊടുമ്പോൾ തന്നെ ആ വൈബ്രേഷൻ കാരണം പല്ലിലല്ലാത്ത ഭാഗം തെറിച്ചു പോകും, പല്ലിൻ്റേതല്ലാത്ത ഭാഗം തെറിച്ചു പോകും. അതാണ് അഴുക്ക്, അത്രേ സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിൽ പല്ലിന് ഒരു കേടും സംഭവിക്കുന്നില്ല.
അഴുക്ക് പിടിച്ചിരിക്കുന്നതിന് നമ്മുടെ പണ്ട് കാലത്ത് ഈ റൂമർ ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറയാം. അതായത് പണ്ട് എല്ലാവരും ഈ അഴുക്കെന്ന് പറഞ്ഞാൽ 3 സ്റ്റേജായിട്ട് പോകും. ആദ്യത്തെ സ്റ്റേജിൽ പല്ലും മോണയും ചേരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അഴുക്ക് പിടിക്കും. അപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യത്തില്ല. രണ്ടാമത്തെ സ്റ്റേജ് പിന്നെ അത് താഴോട്ടിറങ്ങും, അഴുക്ക് താഴോട്ടിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പല്ലും മോണയും എല്ലും ചേരുന്ന ഭാഗത്ത് ദ്രവിപ്പിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത് താഴോട്ടിറങ്ങി എല്ല് കൂടുതൽ ദ്രവിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ ഒരു പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നാൽ നല്ല ബലത്തിയിരിക്കും. അത് പിടുത്തം പോയി എല്ലെല്ലാം ദ്രവിച്ചു പോയി ഇത്രയും മാത്രമേ പിടുത്തമുള്ളെങ്കിൽ ആടും, അത് വീണു പോകും. ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഈ ഒരു സ്റ്റേജിൽ ചെയ്യത്തില്ല, ക്ലീനിങ് ചെയ്യത്തില്ല. ഈ സ്റ്റേജ് ആയിരിക്കുമ്പോൾ പോയി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പല്ല് വീണു പോകും. ഈ സ്റ്റേജിൽ ക്ലീൻ ചെയ്തിട്ടും കാര്യം നേരത്തെ ചെയ്യാന്നുള്ളതാണ് അതിനുള്ളൊരു. ഡോക്ടർ, പൊതുവേ ഈ ചില ആളുകളുടെ പല്ലുകളിൽ നിറവ്യത്യാസം കാണാം, മഞ്ഞ കളറ്, വെള്ള കളറ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ വ്യത്യാസം വരുന്നത്? ശരിക്കും നമ്മുടെ പല്ലുകളുടെ എല്ലാം നമ്മുടെ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ കളറ് നമ്മുടെ ശരീരത്തിൻ്റെ കളറിനോട് അനുബന്ധിച്ചാണ് പല്ലുകളുടെ കളർ വരുന്നത്. പിന്നെ കൂടുതലായിട്ട് കളർ മാറുന്നത് ഇതുപോലെ സിഗരറ്റ് സ്റ്റെയിനിങ്ങും ബാക്കി ഭക്ഷണത്തിലെയും കാപ്പിയുടെയും ചായയുടെയൊക്കെ സ്റ്റെയിൻസ് പിടിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ എപ്പോഴും നമ്മൾ നല്ല വെള്ള പല്ലുകളിൽ നമ്മൾ എല്ലാവർക്കും ആഗ്രഹം അതാണ്. ഒരു മിനിമം ഒരു ക്രീം കളറാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള പല്ലിൻ്റെ കളർ. ഒരുപാട് മോശമായിട്ട് കളറ് കറുത്ത മീൻസ് അഴുക്ക് പിടിച്ചിരിക്കുന്ന പല്ലുകളെ നമുക്ക് വെളുപ്പിക്കാനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ബ്ലീച്ചിങ് ചെയ്യാൻ പറ്റും. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ പല്ല് വെളുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഉള്ളത് അത് 2 രീതിയിൽ ചെയ്യാം. ബ്ലീച്ചിങ്ങും 2 രീതിയിൽ ചെയ്യാം. ഒന്ന് വീട്ടിൽ തന്നെ പോയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, പിന്നെ നമ്മുടെ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ വെച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അത് 2 രീതിയിലും ചെയ്യാം. അത് ചെയ്താലും പല്ലുകളുടെ കളറുകൾ മാറി വരും. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ പല്ലിൻ്റെ തന്നെ സെയിം കളറിൽ ക്യാപ്പ് ഇടാൻ പറ്റും. ഒരുപാട് ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കളറ് മാറിയ പല്ല് ഡെഡ് ആയിരിക്കുന്നിട്ട് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ല് ഡെഡ് ആണല്ലോ, അതൊരു കളർ ചേഞ്ച് ആവും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്യാപ്പ് ഇടേണ്ടി വരും. അതേപോലെ ആ ക്യാപ്പിന് 2 ഉപയോഗം, പ്രൊട്ടക്റ്റും ചെയ്യാം, അതുപോലെ തന്നെ കളറും കറക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് വിനീറിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പല്ലിൻ്റെ ആ വെളിയിലത്തെ സർഫസ് മാത്രം ഇച്ചിരി ഉരച്ച് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകളും എല്ലാം പൊതുവെ എക്കണോമിക്കൽ അല്ല, എല്ലാം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ കോമ്പോസിറ്റ് വിനീറിങ് എന്ന് പറയും. ഈ പറഞ്ഞതിൽ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളത് കോമ്പോസിറ്റ് വിനീറിങ് ആയിരിക്കും. പിന്നെ ബ്ലീച്ചിങ്ങും എല്ലാം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പൊതുവെ ഒരു ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ ഫേഷ്യലും ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അതേപോലെ അതിനേക്കാളും ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ, ഈ പല്ലുകളിൽ വെളുത്ത പാടുകളായിട്ടും വെള്ള പുള്ളികൾ പോലെ വരാറുണ്ട്, എന്തുകൊണ്ടാണ്? അത് ഡെൻ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയും. അത് ചെറിയ കാലത്തിൽ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിലുള്ള ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടുതലുണ്ടായിരുന്ന കാരണം വരുന്നതാണ്. അത് പല്ലുകളുടെ അകത്താണ്, ഇൻട്രൻസിക് സ്റ്റെയിൻസ് എന്ന് പറയും. പല്ലുകളുടെ അകത്ത് അതിൻ്റെ കറ ഉണ്ടാക്കും. അത് പുറമേ നിന്ന് നമ്മൾ ഒരു പരിധി വരെയൊക്കെ ബ്ലീച്ച് ചെയ്ത് കളയാൻ പറ്റും. കൂടുതലായിട്ട് അത് വെള്ളപ്പാടുകളായിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് അത് ബ്രൗണും യെല്ലോയും ഷെയ്ഡ് ആയിട്ട് മാറും. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപ്പിങ്ങും വിനീറിങ്ങും ഒക്കെ ചെയ്ത് ബ്ലീച്ചിങ്ങും ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്യാം. അതിൻ്റെ പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യത ഒരു പരിധി വരെ അത് ആരോഗ്യത്തെ ബാധിക്കും. ഇനാമലിൻ്റെ കട്ടി കുറവായിരിക്കും. അതുപോലെ തന്നെ കേട് പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. ഈ ഡെന്റിസ്ട്രിയിൽ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ കൂടുതലായിട്ട് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് പല്ലിപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് വയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇളക്കുന്ന ടൈപ്പ് വയ്ക്കാം, ഫിക്സഡ് വയ്ക്കാം, ഫിക്സഡിൽ തന്നെ അത് ബ്രിഡ്ജ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഉള്ള ഒരു 1-2 ടൈപ്പുണ്ട്. അതിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ്സ് ആണ്. ബ്രിഡ്ജിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലുകളെ നമ്മൾ ഷേപ്പ് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം അതിൽ അറ്റാച്ച് ചെയ്താണ് ഒരു പാലം കിട്ടുന്നതല്ല, 2 തൂണിലും നിലനിർത്തിയായിരിക്കും പാലം നിൽക്കും. അതേപോലെ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലുകളെ തൂണുമായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പല്ല് വയ്ക്കും. അതാണ് ബ്രിഡ്ജിങ്. ഇപ്പോൾ ഉള്ള ഇംപ്ലാന്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റാനിയം എന്ന് പറഞ്ഞ മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ബോണിനകത്തോട്ട് ഇറക്കി വയ്ക്കും, എല്ലിനകത്ത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പല്ല് വയ്ക്കും. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലുകൾ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റാണ്, ഹൈ കോസ്റ്റാണ് വരുന്നത്.
പിന്നെ ലേസേഴ്സ് വന്നിട്ടുണ്ട് പുതുതായിട്ട്. ലേസർ നമ്മുടെ ഡെന്റിസ്ട്രി എല്ലാ മേഖലകളിലും പോലെ തന്നെ ലേസർ ഡെന്റിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹാർഡ് ടിഷ്യൂവും വന്നിട്ടുണ്ട്. സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിലും നാക്കിലും കവിളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മോണ രോഗത്തിനും മോണയ്ക്കുള്ള ചികിത്സ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലേസേഴ്സും അവൈലബിൾ ആയിട്ട്. ഡോക്ടർ, പഴമക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ആപ്പിൾ കടിച്ചാൽ, ഈ പേരയ്ക്ക കടിച്ചാൽ ബലം വർദ്ധിക്കുന്നു പല്ലിൻ്റെയൊക്കെ. ഇതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ? ബേസിക്കലി ഫ്രൂട്ട്സ് കഴിച്ചാൽ ആരോഗ്യം നന്നാവും എന്നല്ലാണ്ട് പല്ലിന് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുന്ന ടെക്നിക്കലി എനിക്കറിയത്തില്ല, കാണാൻ വഴിയില്ല. പക്ഷെ എനിക്ക് തരാമെന്നുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നേരം പല്ല് തേച്ചില്ലെങ്കിൽ 1 നേരമെങ്കിലും മര്യാദയ്ക്ക് പല്ല് തേക്കുക എന്നുള്ളതാണ്. വളരെയധികം രസകരമായി സംസാരിച്ച, ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ നൽകിയ അങ്ങേക്ക് വളരെയധികം നന്ദി. നമസ്കാരം.